ഹലോ ബഡീസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സ്റ്റഡി വിത്ത് മീ പ്ലസ് ഒരു സ്റ്റഡി ടിപ്പും കൂടിയും പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് +2 ഫുൾ A+ കിട്ടാനൊക്കെ കാരണമായ ഒരു ടിപ്പാണത്. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പഠിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളയച്ചൻ വന്നു കേട്ടോ. ഇതുവരെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൾ പോവുകയാണ്, അപ്പോൾ കൊണ്ടുവരാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പഠിക്കായിരുന്നു. അത്ര വലിയ ടിപ്പൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക് സബ്ജക്റ്റ് ആൻഡ് ഗിവ് മോർ ടൈം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ വീക്ക് സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് ആദ്യം നോക്കുന്നത് ഫിസിക്സ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 1 hour ഫിസിക്സിന് എക്സ്ട്രാ കൊടുക്കും. ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നലുണ്ട്, അത് കാരണമാണ് ഫിസിക്സിൽ A+ കിട്ടിയത്. അല്ലെങ്കിൽ എല്ലാത്തിലും കിട്ടി ഫിസിക്സ് മാത്രം പോകേണ്ട ഒരവസ്ഥ വന്നിരുന്നേനെ. ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഈ ഒരു ടഫ് സബ്ജക്റ്റായിട്ട് കോസ്റ്റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ ഒരുവിധം സയൻസ് സബ്ജക്റ്റിൽ നിന്ന് വന്നുകൊണ്ട് ഒരുവിധം സബ്ജക്ട്സ് ഒക്കെ എനിക്ക് ടഫാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അധിക സബ്ജക്ട്സും തിയറി ആയതുകൊണ്ട് തിയറി എൻ്റെ ഒരു സ്ട്രോങ് പാർട്ടായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ആസ് ഓഫ് നൗ ക്ലാസ് കേട്ടത് വെച്ചിട്ട് കോസ്റ്റിങ്ങിന് കുറച്ചധികം ടൈം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് എക്സ്ട്രാ ടൈം കൊടുത്താലാണ് അതിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവെ എല്ലാവരും വീക്ക് സബ്ജക്ട്സ് മാക്സിമം ഒഴിവാക്കാനാണ് നോക്കല്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ.